നീ ഒന്ന് മൂളിയാ മതി. ശൈലേഷിനെ നമുക്ക് പൊക്കാം. തല്ലിയിട്ടൊന്നും കാര്യമില്ല. സൈക്കോളജിക്കലായിട്ട് അവനെ തകർക്കാൻ പറ്റും. കൊടുക്കുന്ന ടീമിനെ അറിയാം, അത് ചെയ്യണവർ എനിക്കറിയാം, ഈ പേഴ്സണാലിറ്റീസിന് എനിക്കറിയാം. പക്ഷെങ്കിൽ എനിക്ക് ഇവരോടൊക്കെ പറയാൻ വെച്ചാൽ ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാണ്, പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. ഓരതല്ല ഇന്റത്, മനസ്സിലായില്ലേ? വേണ്ട ഫാദർ അത് പറയണ്ട. ഒരു റീസൺസും ഇല്ല. ഞാൻ ഒരാളുടെ ചൂടാവുകയോ ഒരാളുടെ പ്രശ്നത്തിന് നിൽക്കുക അല്ലെങ്കിൽ ഒരു ഇവന്റിന് പറഞ്ഞ സമയത്ത് പോവാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാം. പിന്നെ ശ്യാമ അസലായിട്ട് പാട്ടും പാടുമല്ലോ, അതുകൊണ്ട് കൂടിയാ ആളുകൾക്ക് അവനോട് ഇത്ര ഭ്രാന്ത്. ബേസിക്കലി ഒന്നും ചെയ്യാതെ പോയ എനിക്കെതിരെ വെറുതെ കണ്ട ആരോപണങ്ങൾ രാവിലെ മുതൽ ന്യൂസിൽ ഇങ്ങനെ എന്റെ ടാഗ് ലൈൻ രാജ്യദ്രോഹി എന്നൊക്കെ ആകെ പുലിവാലല്ലോ ആയല്ലോ. അനാൻഷ വരില്ല, ഞാനതാ കാണേ, ഞാൻ പോവാൻ നിൽക്കാണല്ലോ. മോർണിംഗ് സർ. അപ്പൊ ഞാൻ അവിടെ വിളിച്ചു, അവിടെ കുഴപ്പമുണ്ടാവും, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ പേപ്പർ ഫുള്ള് റെഡിയാണ്. അങ്ങോട്ട് അടിച്ചു വിട് തന്നെ, അനാൻഷ വരില്ല. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്, അതോടെ അവനിവിടെ നോടും അതൊക്കെ ചെയ്യാ. ഇത്ര ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് അനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ, 100 ക്യാൻ്റെ അടിക്കില്ലോക്ക് ഒരു പൈസ, 200 ക്യാൻ്റെ അടിക്കില്ലോ അനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. അത് മതി. നേരെ മറിച്ച് അവിടെ ഇന്നലെ 10-12 ആർട്ടിസ്റ്റുകളുണ്ട്. ആ 11 ആൾക്കാരിൽ ഒരാളെ പേര് പറഞ്ഞ ആരെ പേര് ബിൽക്ക് വേണ്ട, ബിൽക്ക് ഹനാൻസിനെ ഇട്ടിട്ട് എങ്ങനെ കുത്തിപ്പൊളിച്ച് എത്ര അസൂയാണത് അലമ്പാക്കാൻ പറ്റും. അനാൻസിനെ ഇങ്ങോട്ട് അടിച്ചു പിടിച്ച് താഴക്കാക്കാൻ എത്ര പറ്റും? നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാല്ലേ? ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിലോ? പ്ലീസ് സ്വാമി അവൻ ഭയങ്കരമാ വളർന്നു പോയി, വളർന്നാച്ചിപ്പോ. അപ്പം ഇക്കൊല്ലം പാവങ്ങൾ ഇറക്കിയ പൈസ മൊത്തം വേസ്റ്റായി. കണ്ട ഇൻഫ്ലുവൻസേഴ്സിനെയും സെമി ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ വെച്ചിട്ട് കുറേ ഉണ്ടാക്കി, പൈസ കുറേ ചിലവാക്കി, അതൊന്നും വില പേശിയില്ല. പരിപാടികളൊക്കെ ഗ്രാൻഡായിട്ട് പോയി. പരമദ്രോഹി, എന്റെ 25,000 രൂപ നീ എവിടെ കൊണ്ടാടാ പൂഴ്ത്തിയത്? ഒരാൾക്കൊരു പ്രശ്നം അല്ലെങ്കിൽ വെറുതെ കൊണോനെ പോയി ചൊറിയാനോ ഒന്നിനും ഞാൻ നിൽക്കലില്ല. ഇപ്പം നമുക്കെതിരെ ഈ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണമല്ലൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ടും ഞാൻ ഈശ്വരനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മുണ്ടാതെക്കുക. മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ, അങ്ങേയറ്റം മാന്യമായിട്ടാണ് സ്വാമിയുടെ പെരുമാറിയിട്ടുള്ളത്. നീ ആ കൈ ഇങ്ങോട്ട് തന്നെ, ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. പൈസ അല്ലേ, കുറച്ച് കഴിയുമ്പോ തീരുമല്ലോ, ചെയ്യിപ്പിച്ച് ഇതെന്താ ചോദിച്ചാൽ നമുക്ക് വീതിച്ചെടുത്തൂടെ? എന്നാലും കാശ് എന്റേതല്ലടോ. അതുകൊണ്ട് ചോള ഇറക്കണം, എന്നാലും അവനെ കൊടുക്കാൻ പറ്റൂ. ഓലെ റീപോസ്റ്റ് ചെയ്ത് എന്റെ വീഡിയോന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് ഓലെ കൊടുന്നിട്ട് ഇവരെന്നോട് ഇത് ചെയ്തു എല്ലാവരും ലൈക്കും കമന്റും ചെയ്യുന്നു പറയേണ്ട അത്ര ബുദ്ധിമുട്ട് ദൈവം സഹായിച്ചിട്ട് ഇപ്പൊ എനിക്കില്ല. അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. വിജയ് പറഞ്ഞ ഒരു ഡയലോഗാണ്, വിജയനല്ലേ പറഞ്ഞേ, நம்ம வேலை நம்ம கடமையை செம்மையாக செஞ்சுட்டு அந்த நதி மாதிரியே போய்கிட்டே இருக்கணும்.